സോ ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാഗൺ ടാലൻറ്റ് എന്ന് പറയുന്ന ഫൈറ്റിംഗ് സ്റ്റൈലിനെ അൺലോക്ക് ചെയ്യാൻ പോകുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഡാമേജിങ് ഫൈറ്റിംഗ് സ്റ്റൈലാണ് ഗൈസ്. പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായെന്നറിയാം. പിന്നെ ഞാൻ ഫയർ എസൻസ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാർക്ക് ആങ്കർ അൺലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാർക്ക് ആങ്കർ മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടായിരുന്നു. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബോറിങ് ആയിരുന്നു ഗൈസ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ഞാനും കുറേ വട്ടമൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് 2 വട്ടം എടുത്ത്. എനിക്ക് ആദ്യത്തെ വട്ടത്തെ പോലെ മറ്റേ മോൺസ്റ്റർ മാഗ്നറ്റ് വെച്ചിട്ടുള്ള ഷാർക്ക് സ്പോണായില്ല. 2 ദിവസം ഞാൻ അടുപ്പിച്ച് കുറച്ച് നേരം ഒന്ന് കളിച്ചിട്ടാണ് കിട്ടിയത്. പിന്നെ എൻ്റെ കൂട്ടുകാരും കൂടെ വന്ന് എന്നെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഷാർക്ക് ആങ്കറൊക്കെ എടുത്തത്. പിന്നെ ഞാൻ എൻ്റെ ഇലക്ട്രിക്കൊക്കെ 400 ആക്കി ഗെയിം പോയി. പിന്നെ ഈ മേളിലുള്ള ഫുൾ ഫൈറ്റിംഗ് സ്റ്റൈലും താഴെയുള്ള ഇലക്ട്രിക്കും മസ്റ്റ്. നമുക്ക് ഷാർക്ക് ആങ്കറായിട്ട് ഇന്ന് ആയേനെ. പക്ഷേ ഞാൻ ഷാർക്ക് ആങ്കറും എൻ്റെ ഹലോ സൈറ്റ് മാസ്റ്റർ ആക്കി. ഞാൻ എൻ്റെ ട്രൈഡൻ്റ് അങ്ങനെയുള്ള കുറച്ച് ഇതും കൂടെ ചെയ്ത്. പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഫ്രൂട്ടൊന്നുമില്ല. ഞാനെല്ലാം ട്രേഡ് ചെയ്ത് കുറേ റെയ്ഡൊക്കെ ചെയ്ത് റിപ്പിങ് തിരിച്ച് വന്നിട്ട് കുറച്ച് ദിവസമായി. അവൻ്റെ ലെവലപ്പൊക്കെ ചെയ്യുന്നു നമ്മൾ. എൻ്റെ പ്രൊഫൈൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. സോ നമുക്ക് റെയ്ഡ് അങ്ങോട്ട് തുടങ്ങാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഗോസ്റ്റ് ഫ്രൂട്ടും പിന്നെ ഒരു ബുദ്ധയും വെനുമാണ് ഇരിക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും റിപ്പിങ്ങിനെ തേടിച്ച് കയറ്റി വെച്ചാണ്. കേക്ക് പ്രിൻസിനെ കൊല്ലിക്കണം, താരൻ്റ് ഓഫ് ദ സ്കൈസ് കൊല്ലിക്കണം, ആറേപ്പിന്തിനെ കൊല്ലിക്കണം. കേട്ടോ, ഞാൻ ഇതുവരെയും വന്നിട്ടില്ല. ഓക്കെ, നമുക്കങ്ങനെ ഒരു റെയ്ഡ് ചെയ്യാൻ. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഫ്ലെയിം റൈഡാണ് ചെയ്യണം. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഉണ്ടല്ലോ ഷാർക്ക് ആങ്കർ മീൻ മറ്റേ ഫിഷിങ് ചെയ്തിട്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു ലെജൻഡറി സ്ക്രോള് കിട്ടിയിട്ട് ഞാൻ അതിനെ എൻ്റെ ഷാർക്ക് ആങ്കറിൽ ഇട്ട്. അന്നേരം എനിക്ക് ഒരു സംഭവം കിട്ടി. അതുള്ളത് കാരണം എനിക്ക് ഷാർക്ക് ആങ്കർ വെച്ച് NPCസിനെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഒരു 60% അല്ലെ 6% ആയിട്ട് ഒരു 6% മോർ കൊല്ലാൻ നേരം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൈസ കൂടുതൽ കിട്ടാൻ. എനിക്ക് നോർമലായിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് കൊല്ലുകയാണെങ്കിൽ നമുക്ക് 49K എങ്ങാണ്ടും കിട്ടുള്ളൂ. പക്ഷേ ഷാർക്ക് ആങ്കർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ 80+ അല്ലെ 79 വരെയൊക്കെ നമുക്ക് കിട്ടും. സോ നമുക്ക് ഈ ലാൻഡൊക്കെ ഒന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ഐലൻഡ് ഞാൻ എൻ്റെ സെക്കൻഡ് ഐലൻഡ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ സെക്കൻഡ് ഐലൻഡും ഫിനിഷാക്കി. ഇനി നമുക്ക് തേർഡ് ഐലൻഡും കൂടെ ഫിനിഷ് ആക്കണം. പിന്നെ 4ത്തും 5ത്തും അതൊക്കെ ഈസിയായിട്ട് ചെയ്യുക. വഴി എവിടെയായിരുന്നു? ഇവിടെ. ഞാൻ ഗ്രാഫിക്സ് ക്വാളിറ്റി കുറച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഐലൻഡ്സ് കാണാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സോ ഞാൻ ഈ തേർഡ് ഐലൻഡും കൂടെ ഒന്ന് ഫിനിഷ് ആക്കട്ടെ ഗൈസ്. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ തേർഡ് ഐലൻഡും ഫിനിഷ് ആക്കിയിരിക്കുന്നു. ഇനി സെക്കൻഡ് ലാസ്റ്റ് ഐലൻഡായ 4th ഐലൻഡിലോട്ട് നമുക്ക് പോകാം. എൻ്റെ മോനെ, ഞാൻ ഡ്രാഗൺ ടാലൻറ്റ് അൺലോക്ക് ചെയ്യാൻ പോകുന്നു ആഫ്റ്റർ 1.5 month. ഞാൻ എന്ന് തേർഡ്സിൽ കയറിയോ അന്ന് തൊട്ട് ഹോണ്ടഡ് കാസലിൽ ചെന്ന് അവിടെയുള്ള NPCനെയും കൊന്ന് ഞാൻ ബോൺസൊക്കെ റൈഡ് ചെയ്ത് റോൾ ചെയ്ത് എനിക്ക് ഹാലോ എസൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫയർ എസൻസ് ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അന്നേരമൊക്കെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, ഫ്രാഗ്മെൻറ്റും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം ഇത് കിട്ടിയ സമയത്ത് എൻ്റെ കയ്യിൽ ഏതാണ്ട് 1 ലക്ഷം അല്ലേ ഒരു 6 ലക്ഷം കൊണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം 2 ബ്രോക്കായിരുന്നു ഗൈസ്. അതെ, ഇത് കണ്ടില്ലേ, 1.6 x ഇത് കിട്ടുന്നുണ്ട് നമുക്ക്. സോ ഞാൻ ഈ 4th ലാൻഡ് ഒന്ന് പെട്ടെന്ന് തീർക്കട്ടെ. 4th ലാൻഡും ഫിനിഷായി. ഇനി നമ്മുടെ ലാസ്റ്റ് ഐലൻഡ് നമ്മൾ പെട്ടെന്നൊക്കെ റൈഡ് തീർക്കുന്നുണ്ട്. നമ്മൾ 7ാമത്തെ മിനിറ്റ് ആയപ്പോൾ നമ്മൾ 4th ഐലൻഡ് ഫിനിഷാക്കി. ഇനി നമുക്ക് ലാസ്റ്റ് ഐലൻഡും കൂടെ ഉള്ളൂ. അതും കൂടെ ഫിനിഷാക്കിയിട്ട് കാണാം മാൻ. ഗായ്സ്, അങ്ങനെ ഞാൻ ബോസിനെ ലോയാക്കി. ഇനി നമുക്ക് ഷാർക്ക് ആങ്കർ വെച്ച് അവനെ കൊന്ന് തീർക്കാം.
ഓ കണ്ടില്ലേ 87,000 രൂപ. അപ്പോൾ 3 മില്യൺ കടന്നു പോയി. ഇനി നമുക്ക് ഉസോത്തിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ഡ്രാഗൺ ടാലൻറ്റ് മേടിക്കാം. ഡ്രാഗൺ ടാലൻറ്റ് മേടിച്ചിട്ട് വേണം നമുക്ക് ഡ്രാഗൺ ഹാർട്ടും ഡ്രാഗൺ സ്റ്റോമും ഡ്രാക്കോ V3 എടുക്കാൻ. കാരണം ഡ്രാക്കോ V4 എടുക്കണേ ലെവൈത്തൻ ഹാർട്ട് വേണം. ഇവിടെ സെങ്ങൻ ഹാർട്ട് എടുക്കാൻ പോലും ലെവൈത്തൻ ഹാർട്ട് ഇല്ലാത്ത ഞാൻ V4 എടുക്കാൻ വേണ്ടി ലെവൈത്തൻ ഹാർട്ടും കൊണ്ടുവരാൻ പോണേ. അങ്ങനെ 1.5 മാസത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമുക്ക് ഈ 2281 ലെവലിൽ ഡ്രാഗൺ ടാലൻറ്റ് കിട്ടാൻ പോവാണ്. ഞാനന്ന് ഉസോത്തിൻ്റെ അടുത്ത് വരെയെങ്കിലും എത്തട്ടെ. നമ്മളങ്ങനെ ഡ്രാഗൺ ഡോജയിൽ 2ാമത്തെ വട്ടം എൻ്റർ ആയിരിക്കുകയാണ്. ഇത് നമ്മൾ ലെവൈ ഹാർട്ട് കൊണ്ടുവരുമ്പോൾ തുറക്കണ ഗേറ്റാണ്. പിന്നെ ആയുള്ള 3 വിളക്ക് നമ്മൾ ഈ സംഭവങ്ങൾ ഡ്രാഗൺ ഹാർട്ടും ഡ്രാഗൺ സ്റ്റോമിലും ഡ്രാഗൺ ടാലൻറ്റിലും ഇതാകുമ്പോൾ അത് തെളിവ് നമ്മൾ വി ഗോട്ട് ഇറ്റ് ബോയ്സ്, വി ഗോട്ട് ഇറ്റ് ഡ്രാഗൺ ടാലൻറ്റ്. എൻ്റെ പ്രൊഫൈൽ അത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓ മൈ ഗോഡ് ബ്രോ, ഓ മൈ ഗോഡ്, ദിസ് ഈസ് OG ബിൽഡ് ബ്രോ. എൻ്റെ സോഡും കണ്ണും കാണിക്കുന്നില്ല ഗായ്സ്. പിന്നെ ഞാൻ റിപ്പ് കിങ്ങിൻ്റെ പ്രൊഫൈലാണ് അതേ കിടക്കണില്ല. റിപ്പ് കിങ് ഇപ്പോൾ 1308 ലെവലാണ്. നമ്മൾ ഇന്ന് ജൂൺ 24-ാം തീയതിയാണ് അവൻ്റെ ഗൂൾ V3 എടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ചിലപ്പോൾ ഞാൻ ഇടും. പിന്നെ ചെറുക്കന് നല്ല ബൗണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നെക്കാളും ബൗണ്ടി ഉണ്ട്. എൻ്റെ ബൗണ്ടി എത്ര? നമുക്ക് ബൗണ്ടി ഒന്നും ഇപ്പോൾ നോക്കണ്ട. ഓക്കെ ഗായ്സ്, അങ്ങനെ നമുക്ക് ഡ്രാഗൺ ടാലൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡ്രാഗൺ ടാലൻറ്റ് മാസ്റ്റർ ചെയ്യും. സോ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവാണ്. പിന്നെ നിങ്ങൾ ചാനൽ പുതിയതായിട്ട് വന്നാണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണാം. ഞാൻ കുറേ അധികം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. ഒരു ഷോർട്സും പിന്നെ ഒരു 3-4 വീഡിയോസൊക്കെ ഉള്ളു. അതൊക്കെ ഒന്ന് കണ്ട് ചെക്കൗട്ട് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് ചാനൽ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കും. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.